ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസമിറ്റി വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഔട്ടിങ്ങിനായിട്ട് പുറത്ത് പോവാണ്. വീക്കെൻഡാണ്. നമ്മളിതാ ഫ്രണ്ട്സിൻ്റെ കൂടെയാട്ടോ പോകുന്നത്. അപ്പോൾ എവിടെയോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ലുലുവിൻ്റെ കുറേ ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചങ്ങ് നീങ്ങിയിട്ട് ഒരു ബിഗ്ഗസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ലുലുവിൻ്റെ. അവിടെ ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നാട്ടിലെ പോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല, എന്നാലും വീക്കെൻഡല്ലേ, ചുമ്മാ അവിടെ വരെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ടോ. ഈ കാണുന്നതായിട്ടോ ലുലുവിൻ്റെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലേ കയറാൻ പറ്റത്തില്ല, നമ്മൾ വണ്ടി അതിലേ തന്നെ വരണം കേട്ടോ. ഞാനപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ ഓൾമോസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. ഇവിടെ മിക്ക ഷോപ്പുകളിലും കാണുന്ന ഒരു കാഴ്ചയാട്ടോ. ഇതുപോലെ കുറേ ടോയ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ വാവേനെ ഞങ്ങൾ ഇരുത്താറുണ്ട്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഇരുത്താമെന്ന് കരുതിയിട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം കിട്ടുന്ന ഒരു ടൈം കൂടിയാണ്. ഇവിടെ ഈത്തപ്പഴം ഉണ്ടാകുന്ന ഒരു ടൈമാണ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഉണ്ടായി കിടക്കുന്നത്. നമ്മൾ അവിടെ അങ്ങനെ കയറിയില്ല, നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിത് ആ മുകളിലെത്തി. ഫസ്റ്റ് നമുക്ക് ഗ്രോസറി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് മുകളിലൊന്ന് പോയിട്ട് വരാം. അവിടെ ഡ്രസ്സും മറ്റുള്ള ഐറ്റംസൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ചുമ്മാ അവിടെ വരെ ഒന്ന് പോകാമെന്ന് എത്തി. ഞങ്ങളിതാ മുകളിലത്തെ ഫ്ലോറിലെത്തി. അപ്പോൾ അവിടെ ഇച്ചിക്ക് എന്തൊക്കെയോ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. കീബോർഡും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ടൈമിൽ ഞാനും വാവയും കൂടി ഞങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു. നമ്മൾക്കിപ്പോൾ മേക്കപ്പ് ഐറ്റംസൊക്കെ കണ്ടു കേട്ടോ. ഞാനിത് വലുതായിട്ട് യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഷോക്ക് കേസ് ഐറ്റംസ് ഒരുപാടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി ഐറ്റംസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഒരു മെമ്മറബിളായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ മുന്നേ എൻ്റെ അമ്മ കുറച്ച് നാൾ കുവൈറ്റിലാട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ ലീവിന് വരുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരും. ഞാനും ചേച്ചിയൊക്കെ അത് അടിപൊളിയായിട്ടെടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലാണെങ്കിലും അമ്മ എനിക്ക് കൊണ്ടുവന്ന കുറേ ടോയ്സൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോഴൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഈ ടോയ്സൊക്കെ നല്ലപോലെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഓരോ പിള്ളേരൊക്കെ എടുത്ത് ചീത്തയായി പോയിട്ടോ. ഇപ്പോഴും കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ടെഡി ബിയറൊക്കെ ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ വാഷ് ചെയ്തൊക്കെ ഇടും. ഞാനൊന്ന് റൂമൊക്കെ ഒതുക്കി വെക്കും. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളവിടെ ഭാവിക്കൊരു ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ അത് സൈസ് കറക്റ്റ് ആയിരുന്നില്ല, അപ്പോൾ അത് എടുത്തില്ല. പിന്നെ അവിടെയൊക്കെ ചുമ്മാ നടന്നു. എനിക്ക് ഈ ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇച്ചിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എപ്പോൾ പോകുമ്പോഴും ടോയ്സ് വാങ്ങിച്ചു കൊടുത്താൽ അവർക്കൊരു ഇതുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല, അതിനൊരു ഇതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറയുകയും ചെയ്യും. ആൾ തന്നെ ഏറ്റവും ലാസ്റ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചുമ്മാ എനിക്കിങ്ങനെ കണ്ടു കിടക്കാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഫുള്ള് സ്കൂൾ ഐറ്റംസാണ്. ഫുള്ള് സ്കെച്ച് പെന്ന്, പെൻസിൽ, പേന, പിന്നെ സിസേഴ്സ്, കുറേ പെയിൻറ്റിങ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വാട്ടർ കളറ്, അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ സ്കൂൾ ബാഗ്, പിന്നെ വാട്ടർ ബോട്ടിൽ, അതിൻ്റെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലുലുവിലാവുമ്പോൾ നമുക്ക് റേറ്റിൻ്റെ കാര്യം മാത്രമല്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഞങ്ങൾ ഭാവിക്കൊരു ടോയ് എടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ കാറ് ആൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോയ് ഉറപ്പായിട്ടും കൈ കൊടുക്കാറുണ്ട്, എങ്കിൽ അനങ്ങാതിരുന്നോളൂ. അപ്പോൾ കാറാവുമ്പോൾ വലിയ ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ കാറ് ഡാഡയും മോനും കൂടി സെലക്ട് ചെയ്തു. ഞങ്ങൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ വരെ പോയതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് കരുതി കയറിയതാണ് നമ്മൾ. താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ നമുക്ക് ഗ്രോസറി ഐറ്റംസ് കേട്ടോ. അവിടെ എൻ്റെ ഓർമ്മയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഇനി കയറിയിട്ട് നോക്കാം. നമുക്ക് ഓരോന്ന് കാണുമ്പോഴാണല്ലോ ഒന്ന് ഇതെടുക്കാം, അല്ലെങ്കിൽ ഓഫർ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ ഓരോ ഐറ്റംസൊക്കെ നോക്കിയിട്ടോ. നമ്മൾ തലേ ദിവസം പോയി എല്ലാ സാധനങ്ങളും വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അവിടെയൊക്കെ നടന്നു. ചില ഐറ്റംസൊക്കെ നല്ല ഓഫറിലുണ്ടാവും, എല്ലാവരും ഉണ്ടാവണമെന്നില്ല കേട്ടോ. പിന്നെ ഈ വേഫറിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഓഫറിൽ കിട്ടി. ഇത് വാവയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്, അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ല ഓഫറിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മൾ പാലെടുത്തു. തലേദിവസം പോയപ്പോൾ മറന്നുപോയ ഐറ്റംസൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടോ.
പിന്നെ നമ്മൾ മീനോ ചിക്കനോ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി നോക്കിയപ്പോൾ മീൻ അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ പറഞ്ഞിട്ട് പിന്നെ ദാ ഇങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് ചിപ്സ്, സ്നാക്സ്, കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ ലഡ്ഡു ഞാൻ കണ്ടു കേട്ടോ. പല ടൈപ്പ് ലഡ്ഡൂസ് ഉണ്ട്, ലഡ്ഡു, ജിലേബി ഒക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലെ ലഡ്ഡു കണ്ടപ്പോൾ അത് നമ്മൾ വാങ്ങി. പക്ഷേ നാട്ടിലെ ഒരു ടേസ്റ്റ് വൈസ് അല്ല കേട്ടോ, ഇതിനൊരു നെയ്യിൻ്റെ ചൊവ്വയാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നാട്ടിലെ ലഡ്ഡു ഒക്കെ ഒരു പ്രത്യേകതയല്ലേ. ഞാൻ എപ്പോഴും കഴിക്കാറില്ല, എന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാനായിട്ട്. അത്ര നല്ലതൊന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വാങ്ങി കഴിക്കും. ഫുഡ് ഐറ്റംസിൻ്റെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് അത് മാത്രം കേട്ടോ ഞാൻ കാണിച്ചേക്കുന്നത്. ഫ്രോസൺ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാവരും എടുക്കാൻ നിന്നാൽ ഒരു ദിവസം പോരാണ്ട് വരും. ഞങ്ങളപ്പോൾ അവിടെ പാനിപൂരി കണ്ടു. പാനിപൂരി എനിക്കിഷ്ടമാണ്, പക്ഷേ നാട്ടിൽ നിന്ന് അങ്ങനെ എല്ലാ ഷോപ്പിൽ നിന്നൊന്നും കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി പറഞ്ഞു. അപ്പോൾ ആൾ ഇതാ വാങ്ങിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ അവിടെ ചുമ്മാ നടന്നു. നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സോ സ്നാക്സോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടോ എന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഷുഗർ ബട്ടർ ബണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ബണ്ണ് ടൈപ്പ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ സ്വീറ്റ് പൊറോട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് ചെടിച്ചട്ടികൾ, പിന്നെ അല്ലാത്ത കുറേ പാത്രങ്ങൾ, പിന്നെ മൺചട്ടികൾ, അതൊക്കെയാണ് കേട്ടോ. മൺചട്ടിക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിയാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതാ ഞങ്ങൾ എഗ്ഗ് എടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏകദേശം കഴിയാറായപ്പോൾ നമ്മളത് വാങ്ങി. പിന്നെ വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇന്നലെ പോയിട്ട് എല്ലാം വാങ്ങിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാനില്ല. ഞങ്ങളിവിടെ വരെ വന്നപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിതാ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതാ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് കൂടി വരാനുണ്ട് കേട്ടോ. ഞാൻ വിജീഷും ആര്യ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവരെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ അവൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് നല്ലപോലെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങി വാവേനെ മറ്റേ ടോയിലൊക്കെ കയറ്റാമെന്ന് കരുതിയിട്ടോ. എടവണ്ണാറ് കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ ദാ നമ്മൾ പോപ്കോൺ കണ്ടു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ക്യാരമൽ ആണെങ്കിൽ ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ വാവേനെ കളിക്കാനായിട്ട് കൊണ്ട് നിർത്തിയിട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമാണ്. കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ ദാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും അവിടെയും 2-3 ടോയ്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറ്റി. അപ്പോഴേക്കും അവർ വിളിച്ചു കേട്ടോ, പർച്ചേസൊക്കെ കഴിഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.